കേരളത്തിന്റെ ചരിത്രത്തിലാദ്യമായി ഒരു ബി.ജെ.പി. മേയർ തിരുവനന്തപുരത്ത് സ്ഥാനമേറ്റു. തലസ്ഥാന നഗരത്തിന്റെ പിതാവായി അങ്ങനെ വി. രാജേഷ് വാഴിക്കപ്പെട്ടിരിക്കുകയാണ്. 100 സീറ്റിലേക്ക് നടന്ന തിരഞ്ഞെടുപ്പിൽ 50 സീറ്റ് നേടി എൻ.ഡി.എ വലിയ കക്ഷിയായെങ്കിലും മേയറാകാൻ ഒരു സ്വതന്ത്രന്റെ പിന്തുണ വേണ്ടിവന്നു. കണ്ണമ്മൂലയിൽ നിന്ന് സ്വതന്ത്രനായി ജയിച്ച പാറ്റൂർ രാധാകൃഷ്ണന്റെ വോട്ട് ലഭിച്ചതോടെ 51 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് വി. രാജേഷ് മേയറായത്. ഡെപ്യൂട്ടി മേയറായി ജി.എസ്. ആശാനാഥം തിരഞ്ഞെടുക്കപ്പെട്ടു. ഇന്ന് രാവിലെ നഗരസഭാ കൗൺസിലിൽ നടന്ന വോട്ടെടുപ്പിൽ വി. രാജേഷ് 51 വോട്ട് നേടിയപ്പോൾ എൽ.ഡി.എഫ്. സ്ഥാനാർത്ഥി ആർ.പി. ശിവജി 29 വോട്ട് നേടി. യു.ഡി.എഫ്. സ്ഥാനാർത്ഥി കെ.എസ്. ശബരിനാഥന് 17 വോട്ടേ കിട്ടിയുള്ളൂ. അവരുടെ 2 വോട്ടുകൾ അസാധുവായി. ഒപ്പിട്ടതിലെ പിഴവാണ് വോട്ട് അസാധുവാകാൻ കാരണം. കൗൺസിലിലെ മുതിർന്ന അംഗം കെ.ആർ. ക്ലീറ്റസിന്റെയും ലതികയുടെയും വോട്ടാണ് അസാധുവായത്. രാവിലെ മേയർ തെരഞ്ഞെടുപ്പിന് തൊട്ടുമുമ്പ് വി. രാജേഷിനെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഫോണിൽ വിളിച്ച് അഭിനന്ദിക്കുകയുണ്ടായി. തിരഞ്ഞെടുപ്പിന് ശേഷം മേയറായി രാജേഷ് ചുമതലയേൽക്കുമ്പോൾ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി, ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ, മുൻ കേന്ദ്രമന്ത്രി വി. മുരളീധരൻ തുടങ്ങിയവർ സദസ്സിലുണ്ടായിരുന്നു. വമ്പിച്ച മുദ്രാവാക്യം വിളികളോടെയാണ് ബി.ജെ.പി. പ്രവർത്തകർ മേയറെ വരവേറ്റത്. തിരുവനന്തപുരത്തെ ഇന്ത്യയിലെ 3 വൻ നഗരങ്ങളിലൊന്നാക്കുമെന്ന് മേയറായി ചുമതലയേറ്റ ശേഷം വി. രാജേഷ് കൗൺസിലിലെ അഭിസംബോധന ചെയ്യവേ പറഞ്ഞു. സി.പി.എമ്മിലെ എസ്.പി. ദീപക്കും കോൺഗ്രസിലെ കെ.എസ്. ശബരിനാഥും ആശംസയർപ്പിച്ച് സംസാരിച്ചു.